എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പ്രമുഖ നടനെതിരെ വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ. ഇനിയിപ്പോ നിങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവും, ഈ പ്രമുഖ നടൻ ആര് എന്നാണല്ലോ ഇപ്പൊ എല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്നത്. സംഭവം എന്താണ് ഏതാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാലോ. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ വിൻസി അലോഷ്യസ് പങ്കെടുക്കുകയും ഇനി ലഹരി ഉപയോഗിക്കുന്നവരുമായിട്ട് സഹകരിക്കില്ല എന്നും അഭിനയിക്കില്ല എന്നുമൊക്കെയാണ് ആ ഒരു ഇതില് പുള്ളിക്കാരി പറഞ്ഞത്. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പുള്ളിക്കാരി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു, ഒരു പ്രമുഖ നടനിൽ നിന്നും തനിക്കുണ്ടായ മോശം അനുഭവം എന്ന രീതിയിൽ. ആ വെളിപ്പെടുത്തലുകളും മറ്റും വാർത്തകളിലൂടെയൊക്കെ പലരും കണ്ടു കാണും. എന്തായാലും ആ പ്രമുഖ നടനെ കുറിച്ച് വിൻസിക്ക് പറയാനുള്ള ആ ഒരു കാര്യം എന്താണെന്ന് നമുക്ക് കണ്ടുനോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ആരാണെന്നൊന്ന് അറിയണമല്ലോ. ഒരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ്, ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ്, അദ്ദേഹം ഇത് ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എന്റെ സഹപ്രവർത്തകയോടും, അതായത് മോശം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര, ഫോർ എക്സാമ്പിൾ എന്റെ ഡ്രസ്സിന് ഒരു പ്രശ്നം വന്നപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും. ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ആരാണ് ആളെന്ന് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഞാൻ കൂടെ വരാം, ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ ഉള്ള ഒരു കാര്യം പറഞ്ഞപ്പോ ആരാണെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണും. തീരെ പിടുത്തം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ബാക്കിയും കൂടെ കണ്ടുനോക്കാം. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വേറൊരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ, ഒരു ഷോർട്ടിനല്ല ഒരു നമ്മൾ സീൻ പ്രാക്ടീസിന്റെ ഇടയിൽ സ്പിറ്റിംഗ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ടു ദ ട്യൂബ്. സോ ഭയങ്കര എവിഡന്റ് ആണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്, സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കാതിരിക്കുക, അതിന്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ ഇറ്റ്സ് അനദർ പാർട്ട്. ആൻഡ് സിനിമ സെറ്റിൽ ഉപയോഗിച്ച് അതൊരു ന്യൂസൻസ് ആയി മാറുമ്പോൾ, മറ്റുള്ളവർക്ക് ഒരു ന്യൂസൻസ് ആയി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് വിത്ത്. എനിക്കങ്ങനെ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമില്ല. എനിക്ക് അങ്ങനത്തെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാം, അത്രയും ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല. സോ ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ എടുക്കുന്ന തീരുമാനമാണത്. ആൻഡ് ഈ അൺകംഫർട്ടബിൾ ആയത് സെറ്റിൽ എല്ലാവരും അറിയുകയും ഡയറക്ടർ പോയി സംസാരിക്കുകയും എല്ലാവരും മെയിൻ ആർട്ടിസ്റ്റായിട്ട് സെലക്ട് ചെയ്ത് അവർക്ക് എങ്ങനെയെങ്കിലും ആ സിനിമ തീർക്കണമല്ലോ, ആ ഒരു നിസ്സഹായാവസ്ഥയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ വെച്ച് ആ സിനിമ തീർക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായാവസ്ഥയും കൂടെ എല്ലാവരുടെയും, ആ ഡയറക്ടറിന്റെയും ടീമിന്റെയും എല്ലാവരും എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആകുമ്പോൾ എല്ലാവരും പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട് എന്നെ കംഫർട്ട് ആക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിന്റെ മുന്നോട്ട് പോയത്. എനിക്ക് വളരെ ഫ്യൂ ഡേയ്സും കൂടിയാണ് അതിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പം എങ്ങനെയൊക്കെ കടിച്ചു പിടിച്ച് ഞാൻ തീർത്തൊരു സിനിമയാണ്. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് മൂവി, ബട്ട് ദ എക്സ്പീരിയൻസ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ എനിക്ക് ഓക്കെ ആയില്ല. അതിന്റെ പേരിലാണ് ഞാൻ ആ തീരുമാനം എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും മോശമായ അനുഭവം പുള്ളിക്കാരനിൽ നിന്നുണ്ടായത് കൊണ്ടാണ് തുറന്നു പറയാൻ ശ്രമിച്ചതെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. പക്ഷെ ഉള്ളത് പറയാലോ, ഇതൊന്നും കേട്ടിട്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. അത്ഭുതപ്പെടാൻ മാത്രം ഇതിലിപ്പോ ഒന്നും ഇല്ല. കാരണം കാലങ്ങളായി നമ്മൾ ഇതൊക്കെ സിനിമ ഫീൽഡിൽ ഒരുപാട് കേട്ടോണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് വിൻസിയുടെ വെളിപ്പെടുത്തൽ ഇവിടെ പ്രത്യേകിച്ച് ഞെട്ടലൊന്നും ഉണ്ടാക്കിയില്ല, അത് വേറെ കാര്യം. ശരിക്കും വന്ന് പെൺവാണിഭത്തിന്റെയും ലഹരിയുടെയും വലിയൊരു ഉറവിടമായി മാറിക്കഴിഞ്ഞു മലയാള സിനിമ. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും ഇപ്പൊ സിനിമാ നടന്മാർക്കെതിരെ സ്ത്രീകളുടെ ആരോപണവും ലഹരി ആരോപണവും ഇതൊക്കെ തന്നെയാണല്ലോ. സത്യം പറയാലോ, ഇതിന് പിന്നിലൊക്കെ ഒരു വലിയ മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഒന്നും വേണ്ട, ഇവിടെ വിൻസിയുടെ തന്നെ അനുഭവം നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കേ. ഇവിടെ വിൻസി പറഞ്ഞ നടൻ പബ്ലിക് ആയിട്ട് സിനിമ സെറ്റിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് പുള്ളിക്കാരൻ ലഹരി ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഒരു ഇൻസിഡന്റ് പുള്ളിക്കാരി പറയുന്നുണ്ട്. അതായത് എല്ലാവരും കൂടി നിൽക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ പുള്ളിക്കാരൻ ടേബിളിൽ എന്തോ എന്തോ സംഭവം തുപ്പിയെന്നോ അത് ലഹരിയായിരുന്നു, മയക്കുമരുന്നാണെന്നൊക്കെ പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലായെന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ പബ്ലിക് ആയിട്ട് ചെയ്യാൻ തന്നെ ആ മനുഷ്യന് ധൈര്യമുണ്ടെങ്കിൽ ഒരു ബാക്കപ്പ് സപ്പോർട്ട് പുള്ളിക്കാരന് കിട്ടിയിരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോ ഒരു പബ്ലിക്കായിട്ട് ഒരാള് ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല, അതിനുള്ള ധൈര്യവും കാണിക്കത്തില്ല. ഒന്നും വേണ്ട, ഈ അടുത്ത് തന്നെ ശ്രീനാഥ് ബാസിക്കെതിരെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പല സിനിമ അണിയറ പ്രവർത്തകരും പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് പല നടന്മാരും കാരവാനിൽ വെച്ച് തന്നെ ലഹരി ഉപയോഗിക്കുന്നതായി കണ്ടവരുണ്ടെന്ന്.
പക്ഷെ അവരെ കുറിച്ച് ഇതുപോലുള്ള ഓരോ ഇന്റർവ്യൂകളിൽ ഒളിച്ചും പാത്തും പറയാമെന്നല്ലാതെ ആർക്കും അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഇവറ്റകളുടെയൊക്കെ വിജയം എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ആകുന്ന സ്ഥിതിക്ക് ഈ സെറ്റിൽ വെച്ച് ഈ ലഹരി ഉപയോഗിക്കുന്ന നടന്മാർക്ക് ഒരു ബാക്കപ്പ് സപ്പോർട്ട് എന്തായാലും കിട്ടിയിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിന് പിന്നിൽ വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. പലർക്കും ഇതുപോലെ ലഹരി ഉപയോഗിക്കുന്ന നടന്മാരിൽ നിന്നും ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവിടെ വിൻസി അലോഷ്യസ് ഇതെല്ലാം തുറന്നു പറയാനുള്ള ഒരു ധൈര്യം കാണിച്ചു. ആ ഒരു ധൈര്യം നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റൂ. എല്ലാവർക്കും ആ ഒരു ധൈര്യം കാണത്തില്ല. ചിലപ്പോൾ ഇനി ഇത് തുറന്നു പറഞ്ഞ ആ ഒരു കാരണത്തിന്റെ പേരിൽ വിൻസിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടേക്കാം. ഇനി ഒരുപക്ഷെ വിൻസിക്ക് വരാൻ പോകുന്ന ഒരുപാട് സിനിമകൾ നഷ്ടപ്പെട്ടേക്കാം. ശരിക്കും പ്രമുഖ നടനായ സ്ഥിതിക്ക് വിൻസിക്ക് ഓരോ അവസരങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതൊക്കെ തടയാൻ ശ്രമിച്ചേക്കാം. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അത്തരം നടന്മാർക്കെതിരെ ആരും മിണ്ടാതിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും വിൻസിയുടെ വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റ്സുകൾ കാണാൻ സാധിച്ചു. ഇവർക്ക് സിനിമയിൽ അവസരം കിട്ടാത്തത് കൊണ്ട് നാലാള് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത് കൊണ്ട് എന്ത് ജനശ്രദ്ധ കിട്ടാനാണ്? നിങ്ങൾ തന്നെ ഒന്ന് പറ, ചുമ്മാ അങ്ങോട്ട് ഓരോന്ന് പറയല്ലേ. ഇനി ഇതിനിടയ്ക്ക് വന്ന വ്യാപകമായ മറ്റൊരു വിമർശനം എന്ന് പറയുന്നത്, ഇങ്ങനെ തുറന്നു പറച്ചിൽ നടത്തുന്നുണ്ടെങ്കിൽ ആളുടെ പേര് കൂടെ പറയണം എന്നുള്ളതാണ്. അതല്ലാതെ എല്ലാം പറഞ്ഞതിന് ശേഷം പേര് മാത്രം പറയാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളത്. ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ചിലപ്പോ പേടിച്ചിട്ടാവാൻ പുള്ളിക്കാരി അതൊന്നും പറയാതെ. എന്തായാലും ആ നടനെതിരെ 2 ക്ലൂ ഈ പുള്ളിക്കാരി തരുന്നുണ്ട്. ഒന്ന്, തന്റെ കൂടെ അഭിനയിച്ച ഒരു നടനാണെന്ന്. താൻ അഭിനയിക്കുന്ന സിനിമയിലെ മെയിൻ ആർട്ടിസ്റ്റ് കൂടിയാണ് അദ്ദേഹം എന്ന്. വേണമെങ്കിൽ ആ സിനിമയിലെ മെയിൻ നടൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം, പിന്നെ ഒരു മാനറിസം പുള്ളിക്കാരി കാണിച്ചായിരുന്നില്ല ഇങ്ങനെ കുടഞ്ഞിട്ടൊക്കെ. അത് കാണുമ്പോഴത്തേക്കും ചിലപ്പം ക്ലൂ ആണത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫിലിമിന്റെ ജനറൽ സെക്രട്ടറി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ആരാണ് ആളെന്ന് വ്യക്തമാകും. അത് കാണും. വിൻസി അലോഷ്യസുമായിട്ട് ഞാൻ സംസാരിച്ചു. ഈ ഒരു പൊതുമധ്യത്തിൽ ഇത് വന്നപ്പോൾ, ഇന്ന് മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ഇത് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഇത് വന്നപ്പോൾ വിൻസിയോട് സംസാരിച്ചപ്പോൾ വിൻസി ഈ കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് സത്യസന്ധമായി, ഈ സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല, നടന്റെ പേരും തൽക്കാലം ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് IC-യിൽ പരാതിപ്പെട്ടിരുന്നു. പരാതിയായിട്ട് എഴുതി കൊടുത്തില്ല. അപ്പോൾ IC ഫിലിം ചേംബർ നിയോഗിക്കുന്ന IC-യിൽ ആ IC മെമ്പർമാർ വളരെ മാന്യമായാണ് പെരുമാറിയത്. ഇക്കാര്യത്തിൽ വിൻസിക്ക് അവരോട് പരാതിയില്ല. പക്ഷേ മറിച്ച് പിന്നീട് അത് പരാതിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായും നടപടി എടുക്കുമെന്ന് പറഞ്ഞു. കാരണം IC-യിലേക്ക് ഈ പരാതി വിൻസി കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൊടുത്തു കഴിഞ്ഞാൽ അത് നിയമപരമായി നമ്മുടെ 3 ഓർഗാൻസ് ആണ് അത് അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ സംഘടനാപരമായി ഞാനൊരു കാര്യം ഉറപ്പ് പറയുന്നു, ആ നടൻ സിനിമയിൽ ഒഴിവാക്കപ്പെടും. ആ നടൻ എന്നാണോ വളരെ മര്യാദയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ വരിക, അതുവരെ ഈ നടനെ സംഘടനാപരമായി മാറ്റി നിർത്തുവാൻ വേണ്ടി ഫിലിം ചേംബർ അല്ലെങ്കിൽ മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ. ആ വിശ്വാസം അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ ഇതിനു മുമ്പും പല സിനിമാ നടന്മാരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പണ്ട് ശ്രീനാഥ് ബാസിയെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ടിപ്പോ എന്താ നടന്നത്? ഈ മാറ്റി നിർത്തിയവന്മാര് തന്നെ കുറച്ചുനാൾ കഴിയുമ്പോൾ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചെടുക്കും. ഇതൊക്കെ തന്നെയാണ് അവിടെയും സംഭവിക്കാൻ പോകുന്നത്. കുറച്ചു കാലം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും അതുപോലെ തന്നെ ജനങ്ങളുടെ കയ്യടി കേട്ടാനും ഇവരെ മാറ്റി നിർത്തുന്നു. എന്നിട്ട് മാറ്റി നിർത്തിയവന്മാര് തന്നെ അടുത്ത സിനിമയിൽ അവന്മാരെ കൊണ്ട് അഭിനയിപ്പിക്കുന്നു. എന്തായാലും അത് വേറെ കാര്യം. ഇതൊക്കെ കുറെ കേട്ടതാണ്, ബാക്കിയും കൂടെ കേട്ടു നോക്കാം. ഈ നടനെ കുറിച്ച് ലഹരി ഉപയോഗിക്കുന്നതായിട്ടൊക്കെ ഉള്ള തരത്തിൽ വാർത്തകളൊക്കെ വരികയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണോ? തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ആൾ തന്നെയാണ്. അത് നിങ്ങൾ പേര് പറയാതില്ല. പ്രസവ വാർഡിന്റെ ബ്രാക്കിൽ സ്ത്രീകൾ തരുന്നതിന്റെ കാര്യമില്ല. അതുകൊണ്ട് പേര് തൽക്കാലം പറയുന്നില്ല. നിങ്ങൾക്ക് ആ നടനെ മനസ്സിലായിട്ടുണ്ട്, ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം കമന്റ് ഇല്ല. പിന്നീട് ആ നടന്റെ പേര് വെളിപ്പെടുത്തും. അത് ജനങ്ങൾക്കും പ്രേക്ഷകർക്കും നിങ്ങൾക്ക് അറിയാവുന്ന ആൾ തന്നെയാണ്. മുമ്പും ഇയാൾ ഈ ലഹരി കേസുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും. അതാണല്ലോ ഇവര് 1-2 പേരുണ്ട് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവരെ ശരിക്കും പൊതുശല്യമാണ്. ഇവരെ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് വിൻസിയുടെ ആ ഒരു തീരുമാനത്തിന് ഐക്യദാർഢ്യം അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും വിൻസിയുടെ ധൈര്യം കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസവും ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വിൻസി മുന്നോട്ട് പോട്ടെ. ഞങ്ങളുടെ ചേംബറും ഞങ്ങളുടെ എല്ലാ അഫിലിയേറ്റ്സും മോണിറ്ററിംഗ് കമ്മിറ്റിയും. ഓക്കെ, ആളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ പുള്ളിക്കാരൻ തന്നിട്ടുണ്ട്. ഒന്ന്, ജനങ്ങളുടെ മനസ്സിൽ ആരെയാണോ നിങ്ങൾ കാണുന്നത് അയാൾ തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, മുൻപ് ലഹരി കേസിൽ ഉൾപ്പെട്ട ആളാണ്. മലയാള സിനിമയിൽ ലഹരി കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് പറയുന്ന 2 പേരാണ്. ഒന്ന് നമുക്കറിയാം, ശ്രീനാഥ് ബാസിയും ഒന്ന് ഷൈൻ ടോം ചാക്കോയും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലഹരി കേസിൽ ഷൈൻ ടോം ചാക്കോയെ പോലീസ് പിടിച്ചതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ശ്രീനാഥ് ബാസി വിൻസിക്കൊപ്പം ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ശ്രീനാഥ് ബാസിക്ക് വിൻസിയോട് കൂടുതൽ മോശം അനുഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഷൈൻ ടോം ചാക്കോയാണ്. വിൻസിയുടെ പുതിയ സിനിമയായ ഇറങ്ങാൻ പോകുന്ന സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമയിലെ മെയിൻ ക്യാരക്ടർ അവതരിപ്പിക്കുന്ന പുള്ളിയാണ്. വിൻസിയുടെ വെളിപ്പെടുത്തലിൽ വിൻസി പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ അഭിനയിച്ച ഒരു സിനിമയിൽ മെയിൻ ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ആ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇറങ്ങാൻ പോകുന്ന സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമയിൽ മെയിൻ കഥാപാത്രം അവതരിപ്പിക്കുന്നത് ഷൈൻ ടോം ചാക്കോയാണ്. പിന്നെ ലഹരി കേസിൽ ഉൾപ്പെട്ട ആളുകൂടിയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 70% ഷൈൻ ടോം ചാക്കോ തന്നെയാണ്. എന്തായാലും കൂടുതലായിട്ടൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.